പത്തനംതിട്ട മലയാലപ്പുഴയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച ശേഷം റോഡിൽ ഉപേക്ഷിച്ചു. 5 അംഗ ക്വട്ടേഷൻ സംഘമാണ് അജേഷ് കുമാറിനെ തട്ടിക്കൊണ്ടുപോയത്. പ്രതികളെ സംബന്ധിച്ച് സൂചന കിട്ടിയതായി പോലീസ് പറഞ്ഞു. വെട്ടൂരിലെ വീട്ടിൽ നിന്ന് അജേഷ് കുമാറിനെ തൃശൂർ ഭാഗത്തേക്കാണ് കൊണ്ടുപോയത്. വഴിനീളെ 5 പേരടങ്ങുന്ന സംഘം അജേഷിനെ വാഹനത്തിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു. ഇയാളെ കാണാനില്ലെന്ന വാർത്തകൾ പ്രചരിച്ചതോടെയാണ് ക്വട്ടേഷൻ സംഘം എറണാകുളം കാലടിക്കടുത്ത് റോഡിൽ ഉപേക്ഷിച്ച ശേഷം കടന്നുകളഞ്ഞത്. അവശനിലയിൽ വഴിയിൽ കിടന്ന അജേഷ് കുമാറിനെ കാലടി പോലീസാണ് കസ്റ്റഡിയിലെടുത്ത് മലയാലപ്പുഴ പോലീസിന് കൈമാറിയത്. ഇന്ന് പുലർച്ചെ ഇയാളെ പത്തനംതിട്ടയിലെത്തിച്ചു. പോലീസിന്റെ ചോദ്യം ചെയ്യലിനോട് അജേഷ് കുമാർ സഹകരിക്കുന്നില്ല. അടിമുടി ദുരൂഹമാണ് അജേഷ് കുമാറിന്റെ പെരുമാറ്റം. ഇയാളുടെ മൊബൈൽ ഫോണിലുള്ള ചില വീഡിയോ ദൃശ്യങ്ങൾ കൈക്കലാക്കാനാണ് ക്വട്ടേഷൻ സംഘം എത്തിയതെന്ന സൂചനയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അജേഷിന്റെ ഫോൺ നിലവിൽ അന്വേഷണ സംഘത്തിന്റെ കയ്യിലാണ്. ഫോൺ പരിശോധനയിലാണ് പ്രതികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കിട്ടിയത്. ഇതു സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കും അവ്യക്തമായ മറുപടിയാണ് അജേഷ് നൽകിയത്. ഇയാളുമായി അടുപ്പമുണ്ടായിരുന്ന ഒരാൾ തന്നെയാണ് ക്വട്ടേഷൻ നൽകിയതെന്നാണ് വിവരം. അജേഷിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഇന്നോവ കാർ കോഴിക്കോട് സ്വദേശിയുടേതാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. എന്നാൽ ഈ കാർ OLX വഴി വിറ്റതാണെന്നാണ് കോഴിക്കോട് സ്വദേശിയുടെ മറുപടി. വണ്ടി വാങ്ങിയ പുതിയ ആളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.